ഞാൻ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ടേ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ പലതരത്തിലുള്ള കറികൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പലതരത്തിലുള്ള വെജിറ്റബിൾ വെച്ചാണ് ആ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ അതിശയം തോന്നും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാവുന്ന. ഞാൻ വന്ന സമയത്തൊക്കെ അങ്ങനെ വിചാരിച്ചു കേട്ടോ, ഈ സംഭവങ്ങൾ ഈ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെയും വിഭവങ്ങൾ ഉണ്ടാക്കാമോ എന്ന്. എന്തായാലും ആദ്യ നാളുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും കുറേയൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. വർഷം 10-20 ഇവിടെ വന്നിട്ട്. അപ്പോൾ അതേ ഞാൻ ഇന്ന് നമ്മുടെ കിച്ചടി ആട്ടോ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇതിനോട് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുന്ന ഒരു ഭർത്തയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ബ്രിഞ്ചാൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സീസണിലായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും കിട്ടും കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് ഞാൻ ഓൾറെഡി നിങ്ങളെ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിനേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കുക്കറിനകത്ത് എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ 1 ഗ്ലാസ് അരിയും 1/4 കപ്പ് മസൂർ ദാലും കൂടെ ചേർത്ത് അതും കഴുകി വൃത്തിയാക്കി എല്ലാം കൂടെ ചേർത്ത് കുക്കറിനകത്ത് യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചു കേട്ടോ. ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ അടിച്ചാൽ മതി. നമ്മുടെ കിച്ചടി ഇവിടെ റെഡിയാവും കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ബ്രിഞ്ചാൾ കൊണ്ട് ഒരു ചട്നി പോലത്തെ ഒരു സംഭവമാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ കുറേ പേർക്കെങ്കിലും ഇതൊക്കെ അറിയാമായിരിക്കും കേട്ടോ, ഇപ്പോൾ യൂട്യൂബും സോഷ്യൽ മീഡിയാസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ ഈ രീതിയിൽ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് എല്ലാ സൈഡിലും ഒന്ന് വിട്ടു പോകാതെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും എല്ലാം ഒന്ന് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഗ്യാസ് വെച്ചിട്ട് ചുട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തക്കാളിയും ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കടുകെണ്ണ തന്നെ വേണം കേട്ടോ, എങ്കിലേ ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു കടുകെണ്ണയുടെ പച്ച ചൊവയാട്ടോ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിതുപോലെ ചപ്പാത്തിയൊക്കെ പൊള്ളിച്ചെടുക്കാൻ വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതേ വെച്ചിട്ടാട്ടോ ഞാൻ തിരിച്ചും മറിച്ചു വിട്ട് കുറച്ചധികം സമയം എടുത്തോട്ട് ഏകദേശം 10-20 മിനിറ്റ് എടുത്തു. നന്നായിട്ട് അത് ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് വഴുതനങ്ങ ഇതേ രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കൈവച്ച് നമുക്ക് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ടും ഇതേ രീതിയിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് സവോളയും പച്ചമുളകും മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ അതിനകത്തോട്ട് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ വെച്ചിരുന്നല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് തിരുമ്മി കൊടുക്കണം. എന്നിട്ട് കുറച്ച് പച്ച കടുകെണ്ണയും കൂടെ ഒഴിച്ചങ്ങ് കൊടുക്കണം. എന്തൊരു സൂപ്പർ ടേസ്റ്റാണെന്നറിയുമോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ.